പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. നമ്മുടെ തരൂർ സാറിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള എന്തെങ്കിലും യോഗ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന, എപ്പോഴും ഒരു VVIP ചായ്വുള്ള നമ്മുടെ തരൂർ സാറിന് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഹൃദയം വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തരൂർ സാറ് പങ്കുവെച്ച പോസ്റ്റിൽ എന്തെങ്കിലും സത്യസന്ധതയുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ആ പോസ്റ്റ് തരൂർ സാറിൻ്റെ ഒരാഗ്രഹം മാത്രമാണ്. UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാൽ 2026 സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിയാണ് എന്നുള്ള കാര്യം തരൂർ സാർ ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയിരിക്കെ മുഖ്യമന്ത്രിയാവാനുള്ള തരൂർ സാറിൻ്റെ ഒരു ആഗ്രഹമാണ് അദ്ദേഹം പങ്കുവെച്ചത്. എപ്പോഴും BJPയെ പുകഴ്ത്തി പറയുന്ന ശശി തരൂർ എന്തിനാണ് ഈ പാവം UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ നോക്കുന്നത്? അദ്ദേഹത്തിന് BJPയിലേക്ക് പോയാൽ പോരെ, അല്ലെങ്കിൽ CJPയിലേക്ക് പോയാൽ പോരെ? ചോറ് അവിടെയും കൂറിവിടെയും എന്ന നിലപാടുകാരനാണ് തരൂർ. അല്ലെങ്കിൽ തന്നെ ലേശം ഉളുപ്പുണ്ടെങ്കിൽ, ഒരിച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് അദ്ദേഹം പങ്കുവയ്ക്കുമോ? ഈ അടുത്തും കൂടെ BJPയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ജനങ്ങൾ കൂടുതൽ താല്പര്യപ്പെടുന്നത് തന്നെയാണ് എന്ന രീതിയിലുള്ള പോസ്റ്റ് കുറച്ചെങ്കിലും പക്വത ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പങ്കുവയ്ക്കുമായിരുന്നു. ജനങ്ങളുടെ ഹൃദയത്തിൽ ആ മനുഷ്യന് കിട്ടുന്ന സ്ഥാനം എന്താണെന്ന് അദ്ദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം എപ്പോഴൊക്കെ BJPയെയും CJPയെയും CPMനെയൊക്കെ പുകഴ്ത്തിയോ അപ്പോഴൊക്കെ ആ ആളോട് ജനങ്ങൾക്കൊരു പുച്ഛം മാത്രമാണ് തോന്നുന്നത്. അല്ലാതെ UDFൽ നിന്നുകൊണ്ട് CPMനെ പുകഴ്ത്തുക, BJPയെ പുകഴ്ത്തുക, CJPയെ പുകഴ്ത്തുക, എന്നിട്ട് UDFൽ നിന്നുകൊണ്ട് തന്നെ UDFൻ്റെ പേരിൽ വോട്ട് വാങ്ങി ജയിച്ചിട്ട് ആ ഒരു അഡ്രസ്സിൽ എല്ലായിടത്തും പോയിട്ട് അഡ്രസ്സ് ചെയ്യുക, ഇതൊക്കെ വലിയ ബോറ് തന്നെയാണ്. ഇഷ്ടമല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കൂടെ? എന്തിനാ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഞാനടക്കമുള്ള ഒരു മലയാളിയും UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തരൂർ സാർ ആകണമെന്ന് ഒരു കാരണവശാലും പറയില്ല. കാരണം തരൂർ സാറിന് സാധാരണക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം തന്നെ നോക്കൂ, നമ്മുടെ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എവിടെയെങ്കിലും തരൂർ സാറ് ചെന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഇപ്പോൾ നമ്മുടെ ഇവിടെ എന്താ പറയുക, കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടുള്ള ആ ഒരു അപകടം, അവിടെ അതുപോലെയുള്ള അപകടം സങ്കടങ്ങളൊക്കെ നടന്ന സ്ഥലങ്ങളിലൊക്കെ തരൂർ സാറിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടോ? ഇല്ല. അദ്ദേഹം എപ്പോഴും VVIP പരിഗണനയുള്ള ഒരാളാണ്. VVIP ഫംഗ്ഷൻ നടക്കുന്നിടത്തൊക്കെ തരൂർ സാർ ഉണ്ടാവും. അവിടെ പോയിട്ട് നമുക്ക് ആർക്കും മനസ്സിലാവാത്ത വലിയ വലിയ പുതിയ ഇംഗ്ലീഷ് വേർഡ്സ് പറയുന്നു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അറിവുള്ളവരെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം എന്ന് കരുതിയ അറിവിൻ്റെ പേരിൽ സ്ഥാനമാനങ്ങളൊക്കെ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ശരിക്കും അത്ര നല്ല കാര്യമൊന്നുമല്ല. നമ്മുടെ ചാണ്ടി ഉമ്മൻ 5 ലക്ഷം രൂപ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ആ ഒരു അമ്മയുടെ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുത്തു. ഇതുപോലെ ആയിരിക്കണം നേതാക്കന്മാർ. അല്ലാതെ എപ്പോഴും VVIP പരിഗണനയിൽ നിൽക്കുക, എന്നിട്ട് ഇലക്ഷൻ അടുക്കുമ്പോൾ തൻ്റെ പേരിൽ എന്തെങ്കിലും ന്യൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് പൈസ കൊടുത്തിട്ട് ആളെ ഇറക്കിയിട്ട് അനുകൂലമായിട്ടുള്ള കമൻറ്റുകൾ ഇടിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് മോശമാണ്. ഇപ്പോൾ ഏറെക്കുറെ ആളുകൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഫുൾ കോമഡിയാണ് തരൂർ സാറിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ തരൂർ സാറിൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു PV അൻവർ ആവാനുള്ള എല്ലാ യോഗ്യതയും തരൂരിൽ കാണുന്നുണ്ട്. UDFൻ്റെ പേരിൽ UDFൻ്റെ വോട്ട് കിട്ടിയിട്ട് ജയിച്ചിട്ട് നല്ലൊരു നിലയിലെത്തുകയും വേണം. എന്നിട്ട് ആ ഒരു അഡ്രസ്സിൽ വലിയ VVIPമാർ പങ്കെടുക്കുന്ന ഫംഗ്ഷനിൽ പോയിട്ട് അവിടെ ചെന്ന് അഡ്രസ്സ് ചെയ്യണം.
ആ അഡ്രസ്സ് ചെയ്യും അതായത് യു ഡി എഫിൻ്റെ പേരിൽ വോട്ട് കിട്ടി ജയിച്ച ആൾ VVIP ഫങ്ഷൻ പോയിട്ട് അവിടെ അഡ്രസ്സ് ചെയ്യുമ്പോൾ BJPയെ പുകഴ്ത്തി സംസാരിക്കുക, അല്ലെങ്കിൽ CPMനെ പുകഴ്ത്തി സംസാരിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഹോബികൾ. നമ്മൾ നാടൻ ഭാഷയിൽ നട്ടപ്പിരാന്ത് മൂച്ചിപ്പിരാന്ത് എന്നൊക്കെ പറയും. അങ്ങനെയുള്ളവരെ UDF സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ ഒരിക്കലും എന്താ പറയുക, വൻ ഭൂരിപക്ഷത്തോടെ UDFന് വിജയിക്കാൻ കഴിയില്ല. CPMനെ ഒരു വലിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഒരു പ്രതിപക്ഷം, CPMനെ ഒരു പ്രതിപക്ഷത്ത് പോലും നിർത്താതെ അവരെ നിലം തൊടിക്കാതെ തോൽപ്പിക്കാനുള്ള എല്ലാ വകുപ്പും ഇപ്പോൾ UDFൻ്റെ കയ്യിലുണ്ട്. പക്ഷെ CPMനെ ഒരു ശക്തിയുള്ള ഒരു പ്രതിപക്ഷമാക്കി മാറ്റാൻ ഒരുപക്ഷെ UDFൻ്റെ സ്ഥാനാർത്ഥിയായി ശശി തരൂർ വന്നാൽ പറ്റും. കാരണം UDFന് ജസ്റ്റ് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നേരെ മറിച്ച് നല്ലൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ VDയെ പോലെയും ചാണ്ടി ഉമ്മനെ പോലെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ, നമ്മുടെ എന്താ പറയുക ഷാഫി പറമ്പിൽ, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ട്, ചെന്നിത്തല സാർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ പോലെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ, ക്ഷമിക്കണം, ഏതെങ്കിലും ഒരു നേതാവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലാതെ തരൂർ സാറിനെ പോലെ പൊങ്ങച്ചം മാത്രം അറിയുന്ന ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാൽ അത് വലിയ തലവേദനയാവും. UDFൻ്റെ ഭാഗത്തു നിന്ന് അത്തരം വിവരക്കേടൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അൻവറിനെ മാറ്റി നിർത്തിയ VD ഒരിക്കലും തരൂരിനെ ഒരു കാര്യത്തിൽ അടുപ്പിക്കുകയില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഈ തരൂർ സാറിന് UDFന് ഇഷ്ടം അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. എന്തിനാ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പോകാം, ഇഷ്ടമുള്ളവർക്ക് തങ്ങാം. പണ്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു സ്പീച്ചിൽ ഇതിന് സമാനമായിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. എല്ലാവർക്കും എപ്പോഴും നന്മയുണ്ടാവട്ടെ. നമുക്ക് വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറന്നേ മതിയാവും. അതിന് തരൂർ സാറിനെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. UDF തന്നെയായിരിക്കും 2026 മുതൽ കേരളം ഭരിക്കാൻ പോകുന്നത്. ഓക്കെ, ബായ്.